ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. IPL എൽ ക്ലാസിക്കോ എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തെ പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത്. ഈ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരം അതിപ്പോൾ CSK തൂക്കിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു വലിയ വിജയമാണ് CSK സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് 103 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റർമാർ തകർന്നടിയുകയായിരുന്നു. കേവലം 104 റൺസിന് എല്ലാ ബാറ്റർമാരും പുറത്തായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CSKയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ രണ്ടാമത്തെ സെഞ്ചുറി കണ്ട ഒരു മത്സരമായിരുന്നു ഇത്. അതായത് സഞ്ജു 101 റൺസാണ് പുറത്താകാതെ എടുത്തിട്ടുള്ളത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസാണ് CSK ഇന്നിങ്സിൽ നേടിയിട്ടുള്ളത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് സർവ്വതും പിഴച്ചു. 104 റൺസ് എടുത്തപ്പോഴേക്കും 10 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമാവുകയായിരുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്പിന്നർമാർ സംഹാര താണ്ഡവമാടി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അക്കീൽ ഹുസൈനും അതുപോലെ തന്നെ നൂർ അഹമ്മദുമാണ് മികച്ച പ്രകടനം നടത്തിയത്. 4 വിക്കറ്റുകൾ വീഴ്ത്താൻ അക്കീൽ ഹുസൈന് കഴിഞ്ഞു. 4 ഓവറുകളിൽ നിന്ന് 17 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളാണ് അക്കീൽ വീഴ്ത്തിയിട്ടുള്ളത്. ഇനി നൂർ അഹമ്മദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 ഓവറുകളിൽ നിന്ന് 24 റൺസ് മാത്രം വഴങ്ങി 2 നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിക്കാൻ ഈ 2 സ്പിന്നർമാർക്കും സാധിക്കുകയായിരുന്നു. അങ്ങനെയാണ് 103 റൺസിന്റെ ഒരു കൂറ്റൻ വിജയം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സഞ്ജു സാംസണും അതുപോലെ തന്നെ ചെന്നൈയുടെ സ്പിന്നർമാരും ചേർന്നുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിനെ ഇപ്പോൾ പഞ്ഞിക്കിട്ടത്. ഏതായാലും അവസാനമായി ഏറ്റുമുട്ടിയ കണക്കുകളുടെ കാര്യം എടുത്തു നോക്കിയാലും CSKയുടെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ കഴിയും. അതായത് 11 മത്സരങ്ങൾ അവസാനമായി 2 ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 8 മത്സരങ്ങളിലും വിജയിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 3 മത്സരങ്ങളിൽ മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് CSKക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.